എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭാഗവതത്തിലെ ഒന്നാമത്തെ സ്കന്ധത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ 9 തൊട്ട് 14 വരെയുള്ള ശ്ലോകത്തിൻ്റെ അർത്ഥവും സാരവും പറയാം. പീതാംബരം കരവിരാജിത ശംഖുചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേ ച മനിശം പ്രതിഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം. ശ്ലോകം 9. ധർമ്മസ്യ ഹ്യാവവർഗസ്യ നാർത്ഥോർത്ഥായോപകൽപതേ നാർദ്ധസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതഃ. ധർമ്മസ്യ ഹ്യാപവർഗസ്യ നാർത്ഥായോപകൽപതേ നാർദ്ധസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതഃ. ആപവർഗസ്യ അപവർഗത്തെ ഉദ്ദേശിച്ചിട്ടുള്ള, ധർമ്മസ്യ ധർമ്മത്തിൻ്റെ, അർത്ഥായ പ്രയോജനത്തിനായിക്കൊണ്ട്, അർത്ഥ ധനം, ന ഉപകൽപ്പതേ സമർത്ഥമല്ല, ധർമ്മൈകാന്തസ്യ ധർമ്മത്തെ മുഖ്യത്വേന നിശ്ചയിച്ചിരിക്കുന്ന, അർത്ഥസ്യ അർത്ഥത്തിൻ്റെ, ലാഭായ ലാഭത്തിനായിക്കൊണ്ട്, കാമഃ വിഷയഭോഗം, ന സ്മൃതം സ്മരിക്കപ്പെട്ടിട്ടില്ല. ഹരിഭക്തിയാൽ വിഷയവൈരാഗ്യവും അതിനാൽ ആത്മജ്ഞാനവും സിദ്ധിക്കുന്നതിനാൽ ഹരിഭക്തി പരമധർമ്മമെന്നാണ് ഇതിനു മുമ്പ് കഴിഞ്ഞ 8 ശ്ലോകം കൊണ്ട് ഉറപ്പിച്ചത്. ഇതല്ല മറ്റു ചിലരുടെ അഭിപ്രായം. ധർമ്മത്തിൻ്റെ ഫലം അർത്ഥം, അർത്ഥത്തിൻ്റെ ഫലം കാമം, വിഷയഭാഗം കാമത്തിൻ്റെ ഫലം ഇന്ദ്രിയപ്രീതി, ഇന്ദ്രിയപ്രീതി നിമിത്തം വീണ്ടും പ്രവൃത്തി, പിന്നെയും ധാതി പ്രാപ്തി. അതുകൊണ്ട് അർത്ഥാർജനത്തിനു വേണ്ടി ധർമ്മം സമ്പാദിക്കേണ്ടതാണ് എന്നാണ് അന്യന്മാരായ ആചാര്യന്മാർ പറയുന്നത്. ആ പക്ഷത്തെ നിരാകരിപ്പാനാണ് ഇതും ഇനിയത്തേതുമായ 2 പദ്യങ്ങളെ ആരംഭിച്ചിട്ടുള്ളത്. സംസാര സങ്കടങ്ങളെ തീരെ നശിപ്പിച്ച് നിത്യാനന്ദ സ്വരൂപമായ മോക്ഷത്തെ സാധിപ്പിക്കുവാനുള്ള മുഖ്യ സാധനമായ ധർമ്മത്തിൻ്റെ മുഖ്യമായ പ്രയോജനം അർത്ഥത്തെ ജനിപ്പിക്കുകയാണെന്ന് വന്നുകൂടാ. അർത്ഥം നശ്വരമാകയാൽ അതിൻ്റെ പ്രാപ്തി ക്ഷണിക സുഖത്തെ അല്ലാതെ ശാശ്വത സുഖത്തെ നൽകാത്തതിനാൽ അർത്ഥത്തെ ജനിപ്പിക്കുന്നതുകൊണ്ട് മാത്രം ധർമ്മം കൃതാർത്ഥമായി ഭവിക്കുകയില്ല. അതുപോലെ തന്നെ ധർമ്മത്തെ നിലനിർത്തേണ്ടതിന് മുഖ്യ സാധനത്തേന നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അർത്ഥം ഇന്ദ്രിയപ്രീതിയെ ജനിപ്പിക്കുന്ന വിഷയഭോഗം കൊണ്ട് മാത്രം കൃതകൃത്യമായി എന്നും വരുന്നതല്ല. ഭോഗാവസാനത്തിൽ ഇന്ദ്രിയപ്രീതിയും അവസാനിക്കുന്നതിനാൽ അർത്ഥത്തെ ഇന്ദ്രിയപ്രീതി രൂപമായ തുച്ഛബലത്തിനായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിനെ തെറ്റായ വിധത്തിൽ ഉപയോഗിച്ചുവെന്നേ വരുന്നുള്ളൂ. ശ്ലോകം 10. കാമസ്യനേന്ദ്രിയപ്രീതിൻ ലാഭോ ജീവേദയാവതാ ജീവസ്യ തത്വജിജ്ഞാസ നാർത്ഥോ യച്ഛേഹ കർമ്മഭിഃ. കാമസ്യനേന്ദ്രിയപ്രീതിൻ ലാഭോ ജീവേദയാവതാ ജീവസ്യ തത്വജിജ്ഞാസ നാർത്ഥോ യച്ഛേഹ കർമ്മഭിഃ. കാമസ്യ വിഷയഭോഗത്തിന്, ഇന്ദ്രിയപ്രീതി ഇന്ദ്രിയങ്ങളുടെ പ്രീതി, ന ലാഭ പ്രയോജനമല്ല, യാവത എത്രമാത്രം കൊണ്ട്, ജീവേദ ജീവിക്കുമോ, താവാൻ ലാഭ അതുതന്നെ ലാഭം. ജീവസ്യ ജീവനത്തിൻ്റെ, അർത്ഥം പ്രയോജനം, ഇഹം ഈ ലോകത്തിൽ, കർമ്മഭി കർമ്മങ്ങൾ കൊണ്ട്, യാതൊരു ഫലമോ, സന അതല്ല, തത്വജിജ്ഞാസ തത്വത്തെ അറിവാനുള്ള ആഗ്രഹം ആകുന്നു.
വിഷയഭോഗരൂപമായ കാമത്തിൻ്റെ പരമപ്രയോജനം ഇന്ദ്രിയ പ്രീതിയല്ല. ഇന്ദ്രിയങ്ങൾ കാമഭോഗത്താൽ തൃപ്തിയെ പ്രാപിക്കുകയില്ല, വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയേ ചെയ്യുകയുള്ളൂ. എന്നാൽ എത്രമാത്രമുള്ള വിഷയോപഭോഗത്താൽ ജീവിച്ചിരിപ്പാൻ കഴിയുമോ അത്രമാത്രമുള്ള വിഷയസേവ ചെയ്യുന്നതു തന്നെ കാമത്തിൻ്റെ മുഖ്യ പ്രയോജനം. ജീവനത്തിൻ്റെ പ്രയോജനം കർമ്മങ്ങൾ ചെയ്ത് അർത്ഥാദികളെ വീണ്ടും സമ്പാദിക്കുന്നതല്ല. ഏതൊന്നിനെ അറിഞ്ഞാൽ പിന്നെ ഈ വിധം സംസാര ദുഃഖം അനുഭവിപ്പാൻ സംഗതി വരികയില്ലയോ, ആ പരമതത്വത്തെ അറിവാൻ ഉപകരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നത് മാത്രമാണ് ജീവിക്കുന്നതിൻ്റെ പരമപ്രയോജനം. ശ്ലോകം 11. വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമവദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. തത്വവിദഃ തത്വത്തെ അറിയുന്നവൻ, തത്വം ആ തത്വത്തെ, അദ്വയം രണ്ടെന്നുള്ളതില്ലാതായ യത് ജ്ഞാനം യാതൊരു അറിവാണെന്ന് വദന്തി പറയുന്നു. ബ്രഹ്മായിതി ബ്രഹ്മമാണെന്നും പരമാത്മായിതി പരമാത്മാവ് എന്നും ഭഗവാനിതി ഭഗവാനാണെന്നും ശബ്ദതി പറയപ്പെടുന്നു. എന്നാൽ തത്വജിജ്ഞാസ എന്നത് ധർമ്മജിജ്ഞാസ തന്നെയല്ലേ? ധർമ്മം തന്നെയല്ലേ തത്വം എന്നുള്ള അഭിപ്രായം ചിലർക്കുണ്ട്. ഈ വാദത്തിൽ സ്വപക്ഷത്തെ ഉറപ്പിക്കുവാനാണ് ഇനി ആരംഭം. തദസ്വരൂപത്തെ നന്നായി അറിഞ്ഞിരിക്കുന്ന ഋഷികൾ അദ്വയമായ ജ്ഞാനമാണ് പരമതത്വം എന്ന് പറയുന്നു. ക്ഷണംതോറും മാറിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനമല്ല, അവികാരിയും ഏകരൂപവും പ്രതിബന്ധിയില്ലാത്തതുമായ ജ്ഞാനം എന്ന് കാണിപ്പാനാണ് അദ്വയമായ എന്ന പദത്തെ ജ്ഞാനത്തിന് വിശേഷണമായി ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ തത്വവിത്തുകളെല്ലാവരും ഒരുപോലെയല്ല പറയുന്നത് എന്നൊരു വാദത്തിന് വഴിയുണ്ട്. ആ വാദം ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ ഒരേ തത്വത്തെ ഓരോരുത്തരും പേരുമാറ്റി പറയുന്നതല്ലാതെ തത്വസ്വരൂപത്തിൽ അവർ ഭേദിക്കുന്നില്ല. ഉപനിഷത്തുക്കളെ പ്രമാണമായി നിശ്ചയിച്ചിരിക്കുന്ന തത്വജ്ഞന്മാർ പരമാർത്ഥ തത്വത്തെ ബ്രഹ്മമെന്ന് പറയുന്നു. ഹിരണ്യഗർഭോപാസകന്മാർ ആ തത്വത്തെ തന്നെ പരമാത്മാവെന്നും പറയുന്നു. ഭക്തന്മാർ അതിനെ തന്നെ ഭഗവാൻ എന്നും നാമത്താൽ വ്യവഹരിക്കുന്നു. ശ്ലോകം 12. സത്രുദ്ധദാനമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്താത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ. തശ്രദ്ധദാനാമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്ത്യാത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ. തശ്രദ്ധദാനാമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്ത്യാത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ. തത് അതിനെ ശ്രദ്ധദാനാഹ ശ്രദ്ധിക്കുന്നവരായ മുനയഃ മുനിമാർ ശ്രുതഗൃഹീതയാ ശ്രുതം കൊണ്ട് ഗ്രഹിക്കപ്പെട്ടതായും ജ്ഞാനവൈരാഗ്യയുക്തയാ പരോക്ഷമായ അറിവോടും വിഷയവൈരാഗ്യത്തോടും കൂടിയതുമായ ഭക്ത്യ ഭക്തി കൊണ്ട് ആത്മാനം പരമാത്മാവിനെ ആത്മനി ക്ഷേത്രജ്ഞനിൽ പശ്യന്തി കാണുന്നു. മേൽ പ്രസ്താവിച്ച വിധം പല നാമങ്ങളിൽ പറഞ്ഞതായ ആ പരമാത്മതത്വത്തെ അറിവാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുനിമാർ ആ അറിവിനെപ്പറ്റി പ്രതിപാദിക്കുന്ന വേദാന്തങ്ങളെ ഉപനിഷത്തുക്കളെ ആചാരമുഖത്തിൽ നിന്ന് ശ്രവിക്കുന്നു. അപ്പോൾ നാശരഹിതമായ ഒരു തത്വമുണ്ടെന്നുള്ളത് പരോക്ഷജ്ഞാനം അവർക്കുണ്ടാവുന്നു. അതിനാൽ വളർച്ചയോട് കൂടെ മറ്റു വിഷയങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞു വരികയും തത്വത്തിൽ പരമപ്രേമലക്ഷണമായ ഭക്തി ജനിക്കുകയും ആ ഭക്തി കൊണ്ടുതന്നെ ശരീരാദി ജഡതത്വങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷേത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ജീവാത്മാവിൽ പരമാത്മാവിനെ അപരോക്ഷമായി അറിയുകയും ചെയ്യുന്നു.
ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയെന്നുള്ള അനുഭവം ആ മുനിമാക്ക് ഉണ്ടാവുന്നു. ശ്ലോകം 13. അത പുംഭേന്ദിജശ്രേഷ്ഠ വർണ്ണാശ്രമവിഭാഗശഃ സ്വനുഷ്ഠതസ്യ ധർമ്മസ്യ സംസിദ്ധേ ഹരിദൂഷണം. അത പുംഭേർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമവിഭാഗശഃ സ്വനിഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധേ ഹരിദൂഷണം. അത പുംഭേർദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമവിഭാഗശഃ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധേ ഹരിദൂഷണം. അത അതിനാൽ ദ്വിജശ്രേഷ്ഠാഃ ഹേ ബ്രാഹ്മണോത്തമന്മാരെ, പുംഭി പുമാന്മാരാൽ, വർണ്ണാശ്രമ വിഭാഗശഃ വർണ്ണാശ്രമ വിഭാഗത്താൽ, സ്വനുഷ്ഠിതസ്യ നന്നായി അനുഷ്ഠിക്കപ്പെടുന്ന, ധർമ്മസ്യ ധർമ്മത്തിൻ്റെ, സംസിദ്ധി ഫലപ്രാപ്തി, ഹരിതോഷണം ഹരിയുടെ ആരാധനം ഭക്തി കൊണ്ടുതന്നെ പരമാത്മാനുഭവമുണ്ടാകുന്നതിനാൽ ഹേ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ, ബ്രാഹ്മണാദി വർണ്ണഭേദങ്ങളെയും ബ്രഹ്മചര്യാദി ആശ്രമങ്ങളെയും അവലംബിച്ച് ഓരോരുത്തരും അവരവർക്ക് വിധിച്ചിരിക്കുന്ന നിത്യനൈമിത്തിക കർമ്മങ്ങളെ ശ്രദ്ധയോടെ നടത്തിവരുന്നതിൻ്റെ ശരിയായ ഫലപ്രാപ്തി അർത്ഥലാഭമല്ല. ശ്രീഹരിയെ സന്തോഷിപ്പിക്കുവാൻ ഉപകരിക്കുന്ന ആരാധനം തന്നെ ധർമ്മത്തിൻ്റെ യഥാർത്ഥമായ ഫലം. ശ്ലോകം 14. തസ്മാദേകീന മനസാ ഭഗവാൻ സ്വത്വതാം പദേ ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധേയപൂജ്യശ്ച നിത്യദാ. തസ്മാദേകേന മനസാ ഭഗവാൻ സ്വത്വതാം പദേ ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധേയപൂജ്യശ്ച നിത്യദാ. തസ്മാത് അതുകൊണ്ട്, ഏകേന മനസാ ഒന്നിൽ മാത്രം മനസ്സോടുകൂടെ, സാത്വതാം പതി ഭക്തന്മാരുടെ നാഥനായ ഭഗവാൻ ശ്രീഹരി, ശ്രോതവ്യ ശ്രവിക്കപ്പെടുവാൻ യോഗ്യൻ, കീർത്തിതവ്യ കീർത്തിക്കപ്പെടുവാൻ യോഗ്യൻ, ധേയ ധ്യാനിക്കപ്പെടുവാൻ യോഗ്യൻ, നിത്യത എപ്പോഴും, പൂജ്യ പൂജിക്കപ്പെടുവാനും യോഗ്യൻ. ഭക്തിഹീനമായ ധർമാനുഷ്ഠാനം കേവലം ശ്രമമാകയാൽ ഭക്തി ഉണ്ടാവണമെന്നുള്ള മുഖ്യോദ്ദേശത്തോടുകൂടെ തന്നെ ധർമ്മത്തെ അനുഷ്ഠിക്കണമെന്നുള്ള സമ്മതത്തെ ഈ പദ്യത്തിൽ ഉറപ്പിക്കുന്നു. ആകയാൽ ഹേ മുനിമാരെ, ഏകാഗ്രമായ മനസ്സോടുകൂടെ ഭക്തന്മാരെ പരമസങ്കടത്തിൽ നിന്ന് രക്ഷിക്കുന്ന നാഥനായ ഭഗവാനെക്കുറിച്ച് തന്നെ നിത്യവും കേൾക്കുകയും കീർത്തിക്കുകയും ധ്യാനിക്കുകയും പൂജിക്കുകയും ചെയ്യണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശാന്തി ശാന്തി ശാന്തി.